നേരം വെളുത്തുടങ്ങി. പാറയും ഒക്കെ ആയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നല്ല മഴ, വെള്ളം വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ആദ്യം നമ്മുടെ ടാങ്കിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. കാരണം നമ്മുടെ ടാങ്കിൽ എത്തി നോക്കാനുള്ള പാത്ത്. വെള്ളം വന്നു. യെസ്, വെള്ളം. ഓ, ഭയങ്കര ക്ലോറിൻ്റെ സ്മെല്ലാണ് കേട്ടോ. ഇങ്ങനെ അടിച്ച് കയറ്റിയിട്ടേക്കാന്ന് തോന്നുന്നു. അത് തുറന്നിട്ട് ഭയങ്കര ക്ലോറിൻ്റെ വേണം. അപ്പം ഇത് വേറെ ഒന്നും അടിക്കാൻ പറ്റില്ല. നമുക്കിവിടെ മീനും കാര്യങ്ങളും ഉള്ള കാരണം അതിലേക്കൊന്നും വീഴാണ്ട് വേണം ഇനി നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിണറ്റിലേക്ക് വെള്ളം പോകും. അതുകൊണ്ട് നിറയണേക്കാളും മുമ്പ് തന്നെ ഓഫ് ചെയ്യണം. നനഞ്ഞിറക്കണം. ഈ കപ്പ നടാനായിട്ട് ഉമ്മ കുറേ ദിവസമായി പറയുന്നത് മാറ്റിയിടാൻ. ഇതുവരെ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. 2 മാസം കഴിഞ്ഞു. നമ്മുടെ താമര പോയിട്ടോ, അത് നശിച്ചു പോയി. ഇനി ആമ്പല് വരുന്നുണ്ട്, അതെന്താവും അറിയില്ല. ഇതുവരെ പോകുമെന്ന് ഇട്ടിട്ടില്ല. കിണറ്റിൽ പിന്നെ അത്യാവശ്യം വെള്ളം നിറഞ്ഞു. 2 ദിവസം മഴയായിരുന്നല്ലോ, അപ്പം അത് കാരണം അതിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഇതാ നമുക്ക് ജസ്റ്റ് കുരാനുള്ള വെള്ളമുള്ളൂ. ഒരിത്തിരി കൂടി നനഞ്ഞ് എത്തും. അത്രയുണ്ട് വെള്ളം, അത്രയുണ്ട് വെള്ളം. ബാക്കിയെല്ലാം ഇങ്ങനെ ഉണ്ടോ, ഇതൊന്നും നടന്നിട്ടില്ല. എല്ലാം പെയ്തേനെ അപ്പം വെള്ളം നിറയും. അപ്പം നമുക്ക് ചെടികളൊക്കെ വെള്ളമില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കണം. അങ്ങനെ മാറ്റി വെച്ചേക്കുന്നു. ഞാൻ അടുക്കളയിൽ പാൽ വെച്ചേക്കുന്നു. നമുക്ക് എന്തായി നോക്കാം. അതിൻ്റെ കൂടെ അതേ ഇന്നലെ വാപ്പിച്ച് വന്നപ്പോൾ ചെറിയ ചെറിയ ചെമ്മീൻ കൊണ്ടുവന്നേക്കാം കേട്ടോ. അപ്പോൾ ഉമ്മിച്ച് അത് ഓരോന്നായിട്ട് എടുത്ത് നന്നാക്കിയാണ്. ഈ ചെറിയ ചെമ്മീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ ടൈം എടുക്കും ഇത് നന്നാക്കി തീരാൻ. ഇതേപോലെ ചെറിയത് നന്നാക്കി നമ്മൾ മാറ്റി വെക്കുമ്പോഴേക്കും ഒത്തിരി ഉണ്ടാവുള്ളൂ. ഞാൻ എൻ്റെ ഇടയിൽ ദോശ ചുടുന്നുണ്ട് കേട്ടോ. ഇച്ചിരി ഞാൻ പോകാറായപ്പോഴേക്കും ആയിട്ടുണ്ടായുള്ളൂ. രാവിലെ തന്നെ ഇരുട്ടാണ് കേട്ടോ. ഇതിപ്പോൾ 8 മണിയായിട്ടുണ്ട്. ഈ സമയത്ത് നല്ല ഇരുട്ടാണ്. ഇക്കാക്ക നല്ല പണിയിലാണ്. ഇക്കാക്ക എന്തോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പം അത് ചെയ്യാനുള്ള പരിപാടിയാണ്. അത് കാരണം എന്തേ കല്ലും കട്ടയൊക്കെ എടുത്തുകൊണ്ട് തന്നെ ഞാൻ കാണിച്ചുതരാം. എന്താ കട്ട കൂട്ടി വെക്കുന്നുണ്ട്. ഇവിടത്തെയാണ് മതിൽ നമ്മൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. മതിലല്ല, കട്ടകൾ. പണ്ടത്തെ വീട്ടിലെ കട്ടകളല്ലേ. നീ 2 കൂടി മതിയാ? എനിക്ക് വേണ്ട. ഇത് നേരത്തെ 5 വെച്ചുകൊണ്ട് കയറുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഫോണായിട്ട് വന്നിരുന്നാണ്. പണിയെടുക്കുന്ന ഒരു മനുഷ്യനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാന്ന് വെച്ചപ്പോ വേണ്ടാന്ന്. ഈ അടുപ്പാണ് നമ്മൾ മറിച്ചിടാൻ പോണത്. ഇതിപ്പോൾ പകുതി പൊളിച്ചതിന് വേണ്ട, എല്ലാവരും മറിച്ചാണ്. ഇത് പൊളിച്ച് നമ്മൾ പ്ലേറ്റ് ഇതുണ്ടാക്കണേ. എൻ്റെ കുഞ്ഞുമ്മേനെ റോക്കറ്റ് അടുപ്പ് പോയി വന്നിട്ടുണ്ട്. ഇവിടെ ഇത്രയും പൊളിച്ചു. പോയ അടുപ്പ് ദേ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ. വിറക് വെക്കാനുള്ള പ്ലേസ്. എന്താ ഉദ്ദേശിക്കുന്നത്? സിമന്റ് വേണ്ടേ അപ്പൊ ഇനി? അടുപ്പ് കഴിഞ്ഞു. അത്രയും പൊക്കത്തിൽ വെച്ചാലേ തീ അങ്ങടെ തണ്ടേടാ ചൂടത്തും മുങ്ങിയില്ലെങ്കിൽ കാറ്റ് വലിക്കൂല.
പാത്രം കൊണ്ട് സാധനം പഴയ സ്റ്റവ് ഊരി എടുത്തില്ലേ? പാത്രം വെക്കെന്താ? ഇത് അവിടെ ഇട്ടുണ്ട്. റോക്കറ്റ് അടുപ്പ്. എവിടെ കിട്ടി ഇഷ്ടിക? അവിടെ പോയി പെറുത്തി. എവിടെ കിട്ടി ഇഷ്ടിക? അപ്പുറത്തുനിന്ന് ഉമ്മാനോട് ചോദിക്കാം. വലിയ കലം വെക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് വാ. എന്റെ കയ്യിലാണല്ലോ പോയി എടുക്കണേ മോളിക്ക്. അത് കഴിഞ്ഞ് ഇക്കാക്കയുടെ ഒറ്റക്കുള്ള പരിപാടികളായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായില്ല. എനിക്ക് ഓഫീസിൽ പോകേണ്ട കറക്റ്റ് ടൈമായിരുന്നു. ഇക്കാക്ക പിന്നെ ലേറ്റായി പോകണ കാരണം കുഴപ്പമുണ്ടായില്ല. ഇക്കാക്കാണെങ്കിൽ ഇന്ന് ഇൻട്രസ്റ്റ് കയറി കാരണം അത് അടപ്പുണ്ടാക്കിയത് കേട്ടോ. ഞാൻ എന്നിട്ട് നൈസായിട്ട് മോൻ്റെ കയ്യിൽ ക്യാമറ കൊടുത്തിട്ടാണ് പിന്നെ ബാക്കിയെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തത്. ഇക്കാക്കതേ അവിടെ പോയി നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള മണ്ണ് തന്നെയാണ് എടുത്തുകൊണ്ട് വന്നേക്കണേ, ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മണ്ണ് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ബക്കറ്റിൽ, അതായത് നമ്മുടെ ചെടിയില്ലേ, ചെടി പറഞ്ഞാൽ പോട്ടെടുത്തുകൊണ്ട് വന്നിട്ടാണ് അതിൻ്റെ ഉള്ളിലത്തെ മണ്ണ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. പുറത്തൊന്നും മണ്ണൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നേരത്തെ കാക്കി എടുത്ത ആ ഒരു നമ്മുടെ ഗ്യാസ് വെക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് അതുമ്മിൽ ജസ്റ്റ് ഇങ്ങനെ പിടിപ്പിക്കുന്നുണ്ട്. എന്താ ഉദ്ദേശം എന്നൊന്നും അറിയില്ല. നാളെ ഇത് കറക്റ്റായിട്ട് അറിയാനുള്ളൂ. എനിക്കാണെങ്കിൽ ഞാൻ കൂടുതൽ നേരം നോക്കിയൊന്നുമില്ല. അപ്പോൾ അതേ കാലമൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പോകുന്നതിൻ്റെ തിരക്കിലായ കാരണം എനിക്ക് ബാക്കിയൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഓടിച്ചാടി സയ്യൂൻ്റെ അടുത്ത് ഫോൺ കൊടുത്ത് അവനെയും കൊണ്ടാണ് വീഡിയോ എടുപ്പിച്ചത്. അതുകൊണ്ടാണ് തല തിരിഞ്ഞും മറിഞ്ഞൊക്കെ വരുന്നത് കേട്ടോ. എനിക്ക് കണ്ടിട്ട് എനിക്ക് പുതുമുള്ളൊരു വീഡിയോ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനത് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് മണ്ണ് കിട്ടേനെ ഇത് ഉറക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ മണ്ണിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഇങ്ങനെ മെഴുകുറന്ന് ഈ മണ്ണ്, അത് പക്ഷേ വേറൊരു പശയുള്ള മണ്ണാണ്. ഇത് വീട്ടിലത്തെ മുറ്റത്തെ മണ്ണെടുത്ത് മെഴുകി കഴിഞ്ഞാൽ എന്തോരം ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും കാക്ക റെഡിയാക്കുന്നുണ്ട്. ബാക്കി ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം കേട്ടോ. അതുവരേക്കും ബായ്.